ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ്. കുറച്ചേറെ പദ്ധതികൾ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. ആദ്യത്തെ പദ്ധതിയാണ് താലോലം. താലോലം പദ്ധതി എന്തിനുള്ളതാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്, ഗുരുതരമായ രോഗമുള്ളവർക്ക്, അതായത് ഹൃദ്രോഗം, നാഡീരോഗം, ഓട്ടിസം, അതുപോലെ തന്നെ സെറിബ്രൽ പ്ലാസി, അസ്ഥിവൈകല്യം, അതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ളവർക്ക്, ഡയാലിസിസ്, ശസ്ത്രക്രിയ തുടങ്ങിയവ ചെയ്തവർക്കുമുള്ള സഹായ ചികിത്സാ പദ്ധതിയാണ് എന്ത്? താലോലം. താലോലം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ഗുരുതരമായ രോഗമുള്ള കുട്ടികൾക്ക് നൽകുന്ന ചികിത്സാ സഹായ പദ്ധതിയാണ്. അടുത്ത പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതി സംസ്ഥാനത്ത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഇത് സമാശ്വാസം പദ്ധതി. ഇപ്പോൾ വൃക്ക തകരാറുള്ളവർക്ക് ആശ്വാസം വേണം, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ സംസ്ഥാനത്തെ വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഇത് സമാശ്വാസം പദ്ധതി. അടുത്തതാണ് അഭയകിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് ഇത് അഭയകിരണം പദ്ധതി. അപ്പോൾ അഭയം കൊടുക്കണം ആർക്ക്? അഗതികളായ വിധവകൾക്ക്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പോൾ അഭയകിരണം പദ്ധതി എന്തുവാണ്? അഗതികളായ വിധവകൾക്ക് സംരക്ഷണം നൽകുന്നവർക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് അഭയകിരണം പദ്ധതി. അടുത്തതാണ് ആർദ്രം പദ്ധതി. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ഇത് ആർദ്രം പദ്ധതി. എന്താണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ആർദ്രം പദ്ധതി. അപ്പോൾ ആർദ്രം പദ്ധതി എന്തുവാണ്? സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ആർദ്രം പദ്ധതി. അടുത്തത് അമൃതം ആരോഗ്യം. 30 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ജീവിതശൈലി രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇത് അമൃതം ആരോഗ്യം. അപ്പം 30 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ജീവിതശൈലി രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇത് അമൃതം ആരോഗ്യം പദ്ധതി. അടുത്തത് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ആയുർദളം. അപ്പോൾ ആയുർദളം എന്തുവാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ആയുർദളം. അടുത്തത് അഭയ പദ്ധതി. അഭയ പദ്ധതി എന്താണ്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഇത് അഭയ പദ്ധതി. അത് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പം അഭയ പദ്ധതി എന്തുവാണ്? തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴി നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഇത് അഭയ പദ്ധതി. അഭയകിരണം എന്തുവായിരുന്നു? അഗതികളായ വിധവകൾ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയായിരുന്നു ഇത് അഭയകിരണം പദ്ധതി. അടുത്തത് അന്നദായിനി പദ്ധതി. അന്നദായിനി പദ്ധതി എന്താണ്? കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ഇത് അന്നദായിനി പദ്ധതി. അപ്പോൾ ആഹാരം, അന്നം, അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. എന്തുവാണ്? കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ഇത് അന്നദായിനി പദ്ധതി. കേരള സാമൂഹിക മിഷന്റെ നേതൃത്വത്തിലാണ് എന്ത് അന്നദായിനി പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അടുത്ത പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് അമ്മത്തൊട്ടിൽ. നമ്മൾ സ്ഥിരം പത്രത്തിലൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു പദ്ധതി കൂടിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് അമ്മത്തൊട്ടിൽ. അടുത്തത് അനുയാത്ര. എന്താണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് ഇത് അനുയാത്ര. അപ്പൊ അനുയാത്ര എന്താണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് ഇത് അനുയാത്ര. അടുത്തത് അതുല്യം.
സാക്ഷരതാ മിഷന്റെ കീഴിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് ഏത്? അതുല്യം. അപ്പൊ അതുല്യം എന്തുവാണ്? സാക്ഷരതാ മിഷന്റെ കീഴിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പരിപാടിയാണ് ഏത്? അതുല്യം. ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് മാസം 600 രൂപ നൽകി വരുന്ന പെൻഷൻ പദ്ധതിയാണ് ഇത്? ആശ്വാസകിരണം. അപ്പം കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നൽകി വരുന്ന ചികിത്സാ പദ്ധതിയാണ് പെൻഷൻ പദ്ധതിയാണ് ഇത്? ആശ്വാസകിരണം. അടുത്ത പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്തുവാണ്? സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, മസ്തിഷ്ക, വൃക്ക രോഗികൾക്കുള്ള സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയാണ് ഇത്? ആരോഗ്യകിരണം. അപ്പൊ ആശ്വാസകിരണം എന്തായിരുന്നു? ആശ്വാസകിരണം കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നൽകുന്ന പദ്ധതിയാണ് ഇത്? ആശ്വാസകിരണം. ഇനി ആരോഗ്യകിരണം എന്താണ്? APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, മസ്തിഷ്ക, വൃക്ക രോഗികൾക്കുള്ള സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയാണ് ഇത്? ആരോഗ്യകിരണം. അടുത്തത് ആശാകിരണം. ഏതാണ്? ആശയിൽ തന്നെ ഉണ്ട്. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്? ആശാകിരണം. അടുത്തത് ആശാഭവൻ. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് ഇത്? ആശാഭവൻ. കേരളത്തിൽ 6 ആശാഭവനുകളുണ്ട്. 3 തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് വനിതകൾക്ക് വേണ്ടിയാണ്. അടുത്ത 3 എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് പുരുഷന്മാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ആശാഭവൻ എന്താണ്? മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ്. 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. വനിതകൾക്കായിട്ട് തിരുവനന്തപുരം, തൃശ്ശൂര്, കോഴിക്കോട് എന്ന സ്ഥലത്തും പുരുഷന്മാർക്കായിട്ട് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്ന സ്ഥലത്തും ആശാഭവൻ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് ഓപ്പറേഷൻ സുരക്ഷ. ഓപ്പറേഷൻ സുരക്ഷ എന്താണ്? അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും അക്രമം നടത്തുന്നവരെ അമർച്ച ചെയ്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ സുരക്ഷ. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അക്രമം നടത്തുന്നവർ, അതുപോലെ തന്നെ ഭൂമാഫിയ, അക്രമികൾ ഇവരെല്ലാം അമർച്ച ചെയ്ത് സമൂഹത്തിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ സുരക്ഷ. പേരിൽ തന്നെ ഉണ്ട്. ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി എന്താണ്? കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സൗജന്യ ഭക്ഷ്യ വിതരണ പരിപാടിയാണ് ഇത്? ഓപ്പറേഷൻ സുലൈമാനി. അപ്പൊ എന്താണ്? സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ഭരണകൂടവും ഒപ്പം ആരും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും കൂടി ചേർന്ന് നടപ്പിലാക്കി വരുന്ന സൗജന്യ ഭക്ഷണ വിതരണ പരിപാടിയാണ് ഇത്? ഓപ്പറേഷൻ സുലൈമാനി. അടുത്തത് ഓപ്പറേഷൻ സ്വീപ്പ്. അടിച്ചു തൂത്ത് പോകുക അല്ലെ, മാലിന്യങ്ങൾ. അപ്പൊ എന്താണ്? പൊതുനിരത്തുകളിലും സ്ഥലങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ സ്വീപ്പ്. അപ്പൊ ഓപ്പറേഷൻ സ്വീപ്പ് എന്താണ്? പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ സ്വീപ്പ്. അടുത്തത് ഓപ്പറേഷൻ കുബേര. എന്താണ്? ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ കുബേര. അപ്പോൾ ഓപ്പറേഷൻ കുബേര എന്താണ്? ബ്ലേഡ് പലിശക്കാരുടെ കൈകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്? ഓപ്പറേഷൻ കുബേര. അടുത്തത് എൻ്റെ കൂട്. എന്താണ് എൻ്റെ കൂട്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത്? എൻ്റെ കൂട്. അപ്പം എൻ്റെ കൂട് എന്താണ്? രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത്? എൻ്റെ കൂട്. ആർക്ക് വേണ്ടി?
അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? എൻ്റെ കൂട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടുള്ള കുളിമുറി, അതുപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം, അതുപോലെ CCTV നിരീക്ഷണവും ഉണ്ടാവും. ഗവേണൻസ് എന്താണ്? സർക്കാർ സേവനങ്ങളും വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇത് ഗവേണൻസ്. അപ്പോൾ സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ഗവേണൻസ്. കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം പദ്ധതി എന്താണ്? തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് കേരഗ്രാമം പദ്ധതി. അപ്പോൾ കേരഗ്രാമം പേരിൽ തന്നെ ഉണ്ട്. തെങ്ങ് സംരക്ഷണം, അതുപോലെ തന്നെ നാളികേര അഭിവൃദ്ധി എന്നിവയ്ക്ക് വേണ്ടി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് കേരഗ്രാമം പദ്ധതി. അടുത്തത് കൈത്താങ്. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് കൈത്താങ്. അപ്പം അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് കൈത്താങ്. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായവും അനുവദിക്കുന്നുണ്ട്. അടുത്ത പദ്ധതിയാണ് ജനനീ ജന്മരക്ഷ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ജനനി ജന്മരക്ഷ. അപ്പം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ഇത് ജനനി ജന്മരക്ഷ. അടുത്തത് ജലനിധി. ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ജലനിധി. അപ്പം ജലനിധി എന്താണ്? ഗ്രാമീണ ജനതയ്ക്ക് ശുദ്ധമായ ജലം, അതുപോലെ തന്നെ ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ജലനിധി. അടുത്തതാണ് ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ഗോത്രസാരഥി. അതുപോലെ തന്നെ ഗോത്രജ്യോതി ഉണ്ട്. എന്താണ് ഗോത്രജ്യോതി? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ പദ്ധതിയാണ് ഇത് ഗോത്രജ്യോതി. അപ്പം ഗോത്രസാരഥി എന്തുമായിരുന്നു? ആദിവാസി ഊരുകളിലുള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് ഗോത്രസാരഥി. ഗോത്രജ്യോതി എന്താണ്? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് ഇത് ഗോത്രജ്യോതി. അടുത്തത് ഗോത്രബന്ധു. എന്താണ് ഗോത്രബന്ധു? ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആദിവാസി വിഭാഗത്തിൽ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളിലെ മെൻറ്റർമാരായി നിയമിക്കുന്ന പദ്ധതിയാണ് ഇത് ഗോത്രബന്ധു. അപ്പോൾ ഗോത്രബന്ധു എന്താണ്? ആദിവാസി ഊരുകളിലെ തന്നെ അഭ്യസ്ത വിദ്യരായ വിദ്യാർത്ഥികളെ ആദിവാസി കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് സ്കൂളുകളിൽ മെൻറ്റർമാരായിട്ട് നിയമിക്കുന്ന പദ്ധതിയാണ് ഇത് ഗോത്രബന്ധു. അടുത്തതാണ് കെയർ ഗിവർ. കെയർ ഗിവർ എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് ഇത് കെയർ ഗിവർ. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ടി പരിശീലനവും നൽകുന്നുണ്ട്. അപ്പം കെയർ ഗിവർ എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ അവരെ സഹായിക്കാനായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കെയർ ഗിവർ. അടുത്തത് ഒരുമ. കേരളത്തിലെ വിദ്യുത് ശക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഇത് ഒരുമ. അപ്പം KCBയുടെ ഓൺലൈൻ സംവിധാനമാണ് ഇത് ഒരുമ. അടുത്തത് എൻ്റെ മരം പദ്ധതി. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ചേർന്ന് നടത്തുന്ന വനവത്കരണ പരിപാടിയാണ് ഇത് എൻ്റെ മരം. അപ്പോൾ എൻ്റെ മരം എന്തുവാണ്? കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവത്കരണ പരിപാടിയാണ് ഇത് എൻ്റെ മരം. അടുത്ത പരിപാടിയാണ് ചായം. ചായം എന്താണ്? അംഗനവാടികളെ ശിശു സൗഹൃദമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇത് ചായം. അപ്പോൾ ചായം അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ചൈൽഡ് ഫ്രണ്ട്ലി അംഗൻവാടീസ് ഈൽഡഡ് ത്രൂ അഡോൺമെൻറ്റ് ആൻഡ് മേക്ക് ഓവർ. അതാണ് ചായത്തിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ്? അംഗനവാടികളെ ശിശു സൗഹൃദമാക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് ചായം. അടുത്തത് ചിരി.
ചിരി എന്താണ്? കോവിഡ് ബാധയെ തുടർന്ന് വീട്ടിൽ കഴിയാൻ നിർബന്ധിതരായ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ചിരി. അപ്പൊ എന്താണ് ചിരി? കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയാണ്? കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാൻ വേണ്ടിയാണ്. കോവിഡ് ബാധയെ തുടർന്ന് വീട്ടിൽ കഴിയേണ്ടി വന്ന കുട്ടികളുടെ പിരിമുറുക്കം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? ചിരി. അടുത്തതാണ് കവചം. കവചം എന്തുവാണ്? കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കവചം. അടുത്തത് മന്ദഹാസം. അപ്പോൾ പുഞ്ചിരി, പല്ലുകൾ എന്ന് ഓർത്ത് വെക്കുക. മന്ദഹാസം എന്താണ്? മുതിർന്ന പൗരന്മാർക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ വെക്കാൻ വേണ്ടി 5000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? മന്ദഹാസം. അപ്പം മന്ദഹാസം എന്തുവാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ വയ്ക്കാനായി 5000 രൂപ നൽകി വരുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? മന്ദഹാസം. അടുത്തത് വയോമിത്രം. വയോമിത്രം എന്താണ്? 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വയോമിത്രം. അപ്പം 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ, അതുപോലെ തന്നെ പിന്തുണ എന്നിവ കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? വയോമിത്രം. അടുത്തത് മഴവില്ല്. അപ്പോൾ മഴവില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർക്കണം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് ഉയർത്തുവാനുള്ള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? മഴവില്ല്. അപ്പോൾ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഏത്? മഴവില്ല്. അടുത്തത് ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്പറേഷൻ പി ഹണ്ട് എന്താണ്? കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ പി ഹണ്ട്. സൈബർ ഡോമിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ CCSE വിഭാഗമാണ് പദ്ധതിയിൽ സജീവമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു, സൈബർ ഡോം ആരുടെ ഇനിഷ്യേറ്റീവ് ആണെന്ന്. നമ്മുടെ കേരള പോലീസിന്റെ ഇനിഷ്യേറ്റീവ് ആണ് ഏത്? സൈബർ ഡോം. ഓപ്പറേഷൻ പി ഹണ്ട് എന്താണ്? കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ്. അടുത്ത പദ്ധതിയാണ് ഉണർവ്. ഉണർവ് എന്താണ്? വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിൽ നിന്ന് സ്കൂൾ കുട്ടികളെ തടഞ്ഞു നിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരെ കൂടുതൽ ഊർജിതമായി കലാകായിക മേഖലകളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഉണർവ്. അപ്പോൾ ഉണർവ് എന്താണ്? എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളുടെ മദ്യം, മയക്കുമരുന്ന്, ലഹരി ഉപയോഗങ്ങൾ തടഞ്ഞ് അവരെ കലാകായിക രംഗത്ത് കൂടുതൽ ഊർജിതമാക്കാനായിട്ടുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? ഉണർവ്. അടുത്തത് ഓർമ്മയുണ്ടായിരിക്കണം. ഓർമ്മയുണ്ടായിരിക്കണം എന്താണ്? വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പരിശീലന പരിപാടിയാണ്. അതായത് SSLC +2 പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പരിശീലന പരിപാടിയാണ് ഏത്? ഓർമ്മയുണ്ടായിരിക്കണം. അടുത്തത് പുനർജനി. പുനർജനി എന്താണ്? തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടി ശിശു സംരക്ഷണ സമിതിയുടെ പദ്ധതിയാണ് ഏത്? പുനർജനി. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ചേരിയിലെ കുട്ടികളെ പരിശീലിപ്പിച്ച് മികച്ച പൗരന്മാരാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഏത്? പുനർജനി. അടുത്ത പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ അവസ്ഥയുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നൽകുന്ന പദ്ധതിയാണ് എന്ത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. അപ്പം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയവ ഉള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. അടുത്തതാണ് മാതൃജ്യോതി. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന്
2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? മാതൃജ്യോതി. അപ്പം കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുക്കളുടെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. അടുത്തത് പ്രത്യാശ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? പ്രത്യാശ. 50,000 രൂപ വരെയാണ് നൽകി വരുന്ന തുക. അടുത്തത് വർണ്ണം. ട്രാൻസ്ജെൻഡർ വിഭാഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്താണ്? PG അതുപോലെ തന്നെ ഡിഗ്രി, ഡിപ്ലോമ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രതിവർഷം 24,000 രൂപ സഹായം നൽകുന്ന സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് എന്ത്? വർണ്ണം. അപ്പം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് PG, ഡിഗ്രി അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 24,000 രൂപ നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ് വർണ്ണം. അടുത്തത് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് എന്ത്? തൂവൽ സ്പർശം. അടുത്തത് ദിശ ഹെൽപ്പ് ലൈൻ. പരീക്ഷാ കാലത്ത് കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിന് വേണ്ടി കൗൺസിലർമാരുടെ സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്? ദിശ പദ്ധതി. ദിശ ടോൾ ഫ്രീ നമ്പർ 1056 ആണ്. അത് ഓർത്ത് വെക്കണം. ദിശയുടെ ടോൾ ഫ്രീ നമ്പറാണ് 1056. അതുപോലെ തന്നെ പിങ്ക് ബീറ്റ്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് പദ്ധതിയാണ് എന്ത്? പിങ്ക് ബീറ്റ്. അടുത്തത് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ശ്രുതി തരംഗം. അപ്പം ശ്രുതി തരംഗം എന്താണ്? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി ശ്രവണശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്തത് വയോമധുരം. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്? വയോമധുരം. അപ്പോൾ വയോമധുരം, മധുരത്തിൽ തന്നെ ഉണ്ട് പ്രമേഹം. അപ്പോൾ വയോമധുരം എന്ന് പറഞ്ഞാൽ BPL കുടുംബങ്ങളിലെ വയോധികർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. അടുത്തത് മൃതസഞ്ജീവിനി. എന്തുവാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. അടുത്തത് മംഗല്യ. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവയുടെ പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് ഇത്? മംഗല്യ. അപ്പോൾ വിധവകൾ അതുപോലെ തന്നെ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവരുടെ പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് ഇത്? മംഗല്യ. അടുത്തത് സഫലം. സഫലം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസൃതമായി സാങ്കേതിക പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതിന് നൽകുന്ന സാമ്പത്തിക സഹായമാണ്. അതായത് എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, MBBS, അഗ്രികൾച്ചർ, വെറ്റിനറി ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് ഏത്? സഫലം. അടുത്തത് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. അതായത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്? സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. അപ്പം മഴവില്ല് അതുപോലെ തന്നെ വർണ്ണം, സഫലം, സമന്വയ ഇതെല്ലാം ട്രാൻസ്ജെൻഡർ വിഭാഗവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അടുത്തത് മിഠായി. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഇത്? മിഠായി. അപ്പം മിഠായി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളിലെ പ്രമേഹം, മിഠായി ഒരുപാട് കഴിച്ചാൽ പ്രമേഹം വരും. അപ്പം കുട്ടികളിലെ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ഇത്? മിഠായി. അടുത്തത് കരുതൽ പദ്ധതി. പ്രതിസന്ധി ഘട്ടങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ പിന്തുണ, പാർപ്പിടം അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈദ്യസഹായം, ചികിത്സ, ഭക്ഷണം, പിന്തുണ, പാർപ്പിടം, നിയമസഹായം ആവശ്യമുള്ള ട്രാൻസ്ജെൻഡർമാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്? കരുതൽ പദ്ധതി. അപ്പം കരുതൽ പദ്ധതി എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിലോ
പിന്തുണ ആവശ്യമുള്ള സാഹചര്യങ്ങളിലോ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് കരുതൽ. അടുത്തത് യജ്ഞം പദ്ധതി. യജ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ വിവിധ തൊഴിൽ മേഖലകളിൽ പരമാവധി ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യം ഉറപ്പാക്കാനും അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി സാമൂഹിക നീതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് ഇത് യജ്ഞം പദ്ധതി. അപ്പോൾ യജ്ഞം പദ്ധതി എന്താണ്? തൊഴിൽ മേഖലകളിൽ പരമാവധി ട്രാൻസ്ജെൻഡർ പ്രാതിനിധ്യം ഉറപ്പാക്കുക, അതുപോലെ തന്നെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലന പദ്ധതി, അതാണ് എന്ത്? യജ്ഞം പദ്ധതി, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനാണ്. അടുത്തത് സാകല്യം പദ്ധതി. സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സാകല്യം പദ്ധതി. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച തൊഴിൽ പരിശീലന പദ്ധതിയാണ് ഇത് സാകല്യം പദ്ധതി. അടുത്തത് വാത്സല്യനിധി. എന്താണ് വാത്സല്യനിധി? നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കും. അതിനെയാണ് നമ്മൾ വാത്സല്യനിധി. അപ്പം നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ 50,000 രൂപ LIC വകുപ്പിൽ പട്ടികജാതി വകുപ്പ് നിക്ഷേപിക്കും. അത് 10 വയസ്സ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം തിരികെ ലഭിക്കും. വീക്കാൻ എന്താണ്? സ്കൂൾ കുട്ടികൾക്കിടയിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ. അത് പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. അടുത്തത് വി കെയർ എന്താണ്? വ്യക്തി, സന്നദ്ധ സംഘടന, ഫൗണ്ടേഷൻ, പൊതുമേഖല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി സഹായം അർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് ഇത് വി കെയർ എന്ന് പറയുമ്പം ഓരോ വ്യക്തികളിൽ നിന്നോ സന്നദ്ധ സംഘടനകളിൽ നിന്നോ ഫൗണ്ടേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിൽ നിന്നോ ഒക്കെ വിഭവം സമാഹരിച്ചിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൊണ്ടെത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ഇത് വി കെയർ. അടുത്തത് വിശപ്പ് രഹിത നഗരം. ദാരിദ്ര്യരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിശപ്പ് രഹിത നഗരം. അടുത്തത് നിർഭയ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് നിർഭയ പദ്ധതി. 2012 നിർഭയ പദ്ധതി നിലവിൽ വരുന്നത്. അടുത്തത് നിർഭയ ഷെൽട്ടർ ഹോം. ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാൻ 13 ഷെൽട്ടർ ഹോമുകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. അതിനെയാണ് ഇത് നിർഭയ ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത്. അടുത്തത് നിർഭയം കേരളം, സുരക്ഷിത കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിയാണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ശരണബാല്യം. ബാലവേല, ഭിക്ഷാടനം, തെരുവ് ബാല്യവിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ശരണബാല്യം. അപ്പോൾ ശരണബാല്യം എന്താണ്? ഈ ബാലവേല, ബാലഭിക്ഷാടനം ഇവയൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പ്രാതിനിധ്യത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ഇത് ശരണബാല്യം. അടുത്തത് ലീപ്പ് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതിയാണ് ഇത് ലീപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യശൈലിയിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതിയാണ് ഇത് ലീപ്പ്. സുസ്ഥിതി. കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക മാഗസീൻ്റെ പേരാണ് ഇത് സുസ്ഥിതി. അടുത്തത് ക്യാഷ്. എല്ലാ പൊതുമേഖലാ ആശുപത്രികളെയും മിനിമം നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അക്രഡിറ്റേഷൻ മാനദണ്ഡമനുസരിച്ച് നിലവാരം മെച്ചപ്പെടുത്താൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഇത് ക്യാഷിൻ്റെ ഫുൾ ഫോം കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് എന്നാണ്.
അപ്പം ഒരു മിനിമം നിലവാരത്തിലേക്കെങ്കിലും സർക്കാർ ആശുപത്രികളെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. ക്യാഷ്. ജാതക്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് ജാതക്. അപ്പം അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് ജാതക്. അടുത്തത് വഴികാട്ടി. യാത്രക്കിടെ അപകടപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് എത്തിച്ച് ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്, വഴികാട്ടി. അപ്പോൾ വഴികാട്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നവർക്കും അതുപോലെ തന്നെ അപകടത്തിൽ പെടുന്നവരെയെല്ലാം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് ഇത്, വഴികാട്ടി. അടുത്തത് ചീസ്. ചീസ് എന്താണ്? കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ചീസ് എന്ന് പറയുന്നത്. അതായത് കേരള സർക്കാർ നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്, ചീസ് എന്ന് പറയുന്നത്. അടുത്തത് ചീസ് പ്ലസ്. ചീസ് പ്ലസിലെ അംഗങ്ങൾക്ക് ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും കരൾ, തലച്ചോറ് എന്നിവയെ ബാധിക്കുന്ന അസുഖങ്ങൾക്കും തീവ്ര പരിചരണം വേണ്ടിവരുന്ന സന്ദർഭങ്ങളിലേക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയാണ് ഇത്, ചീസ് പ്ലസ്. അപ്പോൾ ഹൃദ്രോഗം, അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ രോഗം, ക്യാൻസർ രോഗം, അതുപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമുള്ളവർക്കെല്ലാം തീവ്ര പരിചരണം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ വേണ്ടിയുള്ള പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത്, ചീസ് പ്ലസ് എന്ന് പറയുന്നത്. അടുത്തത് ഉഷസ്. ഉഷസ് നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിലെ നഗരചേരികൾക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്, ഉഷസ്. അടുത്തത് പ്രതീക്ഷ. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സന്നദ്ധ സംഘടനകൾ വഴി പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഇത്, പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷ എന്താണ്? മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സന്നദ്ധ സംഘടനകൾ വഴി പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത്, പ്രതീക്ഷ. അടുത്തത് ഋതു. ഋതു എന്താണ്? കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കി പഠന നിലവാരം ഉയർത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത്, ഋതു. അപ്പോൾ ഋതു എന്താണ്? കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത്, ഋതു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നാണ് നിലവിൽ വന്നത്? അപ്പോൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു.